കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ദാനമായി നൽകുകയും ഈ പുതിയ ആഴ്ചയിൽ കർത്താവിനോട് ചേർന്ന് നമുക്ക് സ്തോത്രം സന്തോഷത്തെ പങ്കുവയ്ക്കാം, വലിയ കാര്യങ്ങളെ പ്രാപിക്കാം, അവൻ്റെ കൃപയെ ആസ്വദിക്കാം, ആ സ്നേഹത്തെ നുകരുവാൻ ഈ അനുഗ്രഹീതമായ ആഴ്ച നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ. ഈ പ്രഭാതം നമുക്ക് കർത്താവിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥന. കർത്താവ് ഒരാഴ്ച കൂടി ഞങ്ങൾക്ക് ദാനമായി നൽകുന്നത് ഈ ഒരു പുതിയ ദിനം തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിൽ നകറ്റുന്ന എല്ലാ ന്യൂനതകളെയും പരിഹരിക്കണം. അങ്ങയോട് മാർവോട് പറ്റിയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ വഴിയിൽ തന്നെ സഞ്ചരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കൽപ്പനകളെ കേട്ടനുസരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് കേട്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ കൃപ തരണം. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. സ്വന്തം പിതാവേ, ഇനി ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നതിനായി നന്ദി. കൃപയുടെ കരങ്ങളെ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. ഈ പ്രഭാതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വചനഭാഗം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് വാക്കുകൾ അവസാനിപ്പിക്കാം. ഇപ്രകാരമാണ് തിരുവചനത്തിൽ ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ ഒരുവൻ ചെന്ന് തൻ്റെ സ്നേഹിതനോട് പറയുകയാണ്, എനിക്കൊരു 3 യവത്തയപ്പം വേണം, എനിക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, അവർക്ക് കൊടുപ്പാനായിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന അദ്ദേഹം അത് ഗവനിക്കാതെ പോകുന്നു. അതിൻ്റെ അടുത്ത വാക്യത്തിൽ പിന്നെ പറയുന്നതാണ്, ലജ്ജ കൂടാതെ വീണ്ടും മുട്ടുകയാൽ സ്തോത്രം തൻ്റെ സ്നേഹിതൻ വാതിൽ തുറക്കുകയും തനിക്ക് വേണ്ടുവോളം കൊടുക്കുകയും ചെയ്യാതിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. സ്തോത്രം. അപ്പം ലജ്ജ കൂടാതെ വീണ്ടും മുട്ടുക എന്നുള്ള പദമാണ് സ്തോത്രം. ശരിക്കും അതൊരു പ്രാർത്ഥനയോടുകൂടെ ഉപയോഗിക്കുന്നതായിട്ടാണ് അതിനകത്ത് പല എഴുത്തുകാരും ആ പശ്ചാത്തലത്തെ പറ്റി പറയുന്നത്. ആക്ച്വലി തൻ്റെ സ്നേഹിതനെ താൻ അറിയുന്നത് കൊണ്ട് തൻ്റെ അടുത്ത് താൻ ചോദിക്കുന്നതിനകത്ത് ലജ്ജിക്കുന്നില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും താൻ ചോദിക്കുകയാണ്. തനിക്ക് എന്നോട് മനസ്സലിവുണ്ടാകാൻ അല്ലെങ്കിൽ എഴുന്നേറ്റ് വന്ന് എനിക്കത് തരുവാൻ തൻ്റെ ആവശ്യമാണ് അപ്പം വേണമെന്നുള്ളത്. അതുകൊണ്ട് താൻ മടുത്തു പോകുന്നില്ല. ആക്ച്വലി ശരിക്കും ആ ഒരു വചനഭാവം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന പലരും ജീവിതത്തിൽ ദൈവസന്നിധിയിൽ പല വിഷയങ്ങളും വെച്ച് ക്ഷീണിച്ചിരിക്കുന്നവരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ബൈബിൾ ആ ഒരു ഉദാഹരണത്തിലുള്ള അസന്നിഗ്ധമായ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്കവിടെ വ്യക്തമാക്കാൻ കഴിയും. നമുക്കൊരു കാര്യം അറിയാം, യാക്കോബ് ദൈവത്തോട് മല്ലടിച്ചു. സ്തോത്രം, എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല. അവൻ വട്ടം പിടിച്ചു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അതാ ആ ഒരു പ്രാർത്ഥനയുടെ ആ മഹാത്മ്യത്തെ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ തീവ്ര വിശ്വാസത്തെ കാണിക്കുക. എന്നെ അനുഗ്രഹിക്കാൻ പ്രാപ്തനായവനാണ്, ഇവനിലൂടെ അല്ലാതെ എനിക്ക് അനുഗ്രഹമില്ല, ഇവനെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ എനിക്ക് വിടുതലുണ്ടാവും എന്ന പരിപൂർണമായ ബോധ്യമുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കനാനി സ്ത്രീയിലേക്ക് നോക്കുമ്പോൾ കാണാം, അവൾക്ക് ഇതിൻ്റെ സൗഖ്യത്തിനായി വന്നു. കർത്താവ് പറയുന്നുണ്ട്, സ്വതന്ത്രം ഇത് മക്കൾക്കുള്ളതാണ്, നായ്ക്കുട്ടികൾക്കുള്ളതല്ല എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, മേശമേൽ നിന്ന് വരുന്ന അപ്പമുറക്കുകൾ കൊണ്ട് നായ്ക്കുട്ടികളും ഉപജീവിക്കുന്നു എന്ന് പറയും. അപ്പോൾ കർത്താവ് പറയണം, നിൻ്റെ ഈ അത്ഭുത വിശ്വാസത്തെ കണ്ട് ദൈവം അവൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനും കഴിയും. അപ്പോൾ അവൾ പറഞ്ഞു വിട്ട വാക്കുകൾ നിരാശ ഉളവാക്കുന്ന സാഹചര്യങ്ങളൊക്കെ കേട്ടിട്ട് അവൾ പതറിപ്പോകുന്നില്ല. വീണ്ടും അവൾ പറയുകയാണ്, സ്തോത്രം എന്ന് പറഞ്ഞതുപോലെ വിശ്വാസത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ആരെങ്കിലുമൊക്കെ ഇന്ന് ക്ഷീണിച്ചിരിപ്പുണ്ടെങ്കിൽ ഏത് വിഷയത്തിലാണെങ്കിലും നിങ്ങൾ മടുത്തു പോകാതെ നിങ്ങൾ ഉറപ്പോടെ പറയണം. കർത്താവ് ആ സ്തോത്ര ഉദാഹരണത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നത് പോലെ ലജ്ജ കൂടാതെ മുട്ടുകയാൽ അവൻ എഴുന്നേറ്റ് വന്ന് വേണ്ടുവോളം നൽകാതിരിക്കുമോ? ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരികിൽ നാം പറയുന്ന പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മറുപടി ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ ഒരു മുട്ടുമുട്ടിയിട്ടോ 2 മുട്ടുമുട്ടിയിട്ടോ മാറിയിരുന്ന് നിരാശപ്പെടുകയല്ല. അവർക്കെല്ലാം ലഭിച്ചു, അവരൊക്കെ ജയിച്ചു, അവരൊക്കെ പ്രാപിച്ചു, അവരൊക്കെ നേടി, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ, എന്നോട് ദൈവത്തിന് എന്താണ് താല്പര്യമില്ലാതെ, ദൈവം എന്നെ കാണുന്നില്ല, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ തോന്നുന്നത് പിശാച് നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടിടുന്ന ആലോചനകളാണ്. ദൈവം നിങ്ങളെ അധികമായി സ്നേഹിക്കുന്നുണ്ട്, ദൈവം നിങ്ങൾക്കായി കരുതുന്നുണ്ട്. പക്ഷേ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം തക്ക സമയത്ത് മറുപടികളെ നൽകുവാനായിട്ട് ഇടയായിത്തീരും. എന്നെ ആ ഭാഗം എടുക്കുമ്പോഴൊക്കെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും കൂടുതൽ അവൻ അടുത്തു. ഇനി ഇത് ഞാൻ മേടിച്ചല്ലാതെ തിരിച്ചു പോവുകയില്ല എന്നുള്ള നിലയിൽ അടുത്തു. വിശ്വാസം 2 രീതിയിലാണ്. ഒന്ന് പ്രാർത്ഥിച്ചു, നടന്നില്ല, വീണ്ടും പ്രാർത്ഥിച്ചു, നടന്നില്ല. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ അറിയത്തില്ല. ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ട് കേൾക്കുന്നില്ല, വലിയൊരു കാണുന്നില്ല. പിന്നെ ആ ഒരു നിരാശ നിറഞ്ഞ മനസ്സോടെ വീണ്ടും പ്രാർത്ഥിച്ചു, അന്നേരം നടക്കുന്നില്ല. വീണ്ടും അതിനേക്കാൾ വലിയ നിരാശയിലേക്ക് പോയി. ഇനിയും പ്രാർത്ഥിച്ചിട്ടൊക്കെ എന്നാ കാര്യം, ഇത്രയും കാലമായി എല്ലാവരുടെയും കാര്യങ്ങളാണ്, എൻ്റെ ജീവിതത്തിലൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പയ്യെ പിന്നോട്ട് പോകും. അത് അവിശ്വാസം ബാധിക്കും.
അതേസമയം ശരിക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ വിശ്വാസം വർദ്ധിക്കുക. ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു വിശ്വാസമുള്ള വ്യക്തിയാണ് എൻ്റെ വിടുതൽ അടുത്ത പ്രാർത്ഥനയിലുണ്ട്. വീണ്ടും പ്രാർത്ഥിക്കുക. അന്നേരം കാര്യങ്ങൾ നടന്നിട്ടില്ല, അന്നേരം നിങ്ങളുടെ ആഗ്രഹം അടുത്ത പ്രാർത്ഥനയിൽ എൻ്റെ ഉണ്ടാകാം, അടുത്ത നിമിഷം എൻ്റെ വിടുതലാണ്. ആ നിലയിലാണ് വിശ്വാസം വർദ്ധിക്കുന്ന തീവ്രമായ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. അത് ദൈവത്തെ പ്രസാദിപ്പിക്കുമാറാകും. മറ്റേതെങ്ങനെ ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കും നിരാശ പലരിലും അങ്ങനെ തന്നെ സംഭവിക്കാറില്ല. നിങ്ങളിലും ഇത്ര നാളെ പ്രാർത്ഥിച്ചൊരു വിടുതലുമില്ല, ഇനി എന്തിനാ വെറുതെ പ്രാർത്ഥിക്കുന്നത്, കൈകെട്ടി മാറിയിരുന്നു, നിങ്ങൾ നിരാശ പറഞ്ഞ് നിങ്ങൾ മാറി ലോകത്തിൻ്റെ നോട്ടങ്ങളിലേക്ക് നിങ്ങൾ പോയി. അതേസമയം ചിലരെങ്ങനെയാണെന്നറിയോ, വീണ്ടും പ്രാർത്ഥിക്കും, കരുത്ത് കൂടുക. ഓരോ പ്രാർത്ഥനയിലും കരുത്ത് കൂടുക. പ്രാർത്ഥിക്കുന്നില്ല എൻ്റെ തിരുവനന്തപുരം പറയുന്നില്ല, ദർശനത്തിന് സമാപ്തി വെച്ചു അത് ബന്ധപ്പെട്ട നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹബക്കൂക്ക് പറയുന്നില്ല, അത് കണ്ടുകൊണ്ടാണ് വീണ്ടും പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ മുട്ടിയതാണോ ഈ സ്നേഹിതനായ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കും. നിങ്ങൾക്ക് മതിയാവുവോളം നിങ്ങൾക്ക് നന്മയെ തരികയും ചെയ്യും, യാതൊരു സംശയമില്ല. അപ്പോൾ ഓരോ മുട്ടിലും നിങ്ങൾ വിശ്വസിക്കണം, എൻ്റെ വിടുതൽ അടുത്തു, എനിക്കുള്ള പ്രതിഫലം വരുന്നു, എനിക്കുള്ള നന്മ വരുന്നു, എനിക്കുള്ള വാതിൽ തുറക്കുന്നു. അത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങളെ സഹായിക്കണം. പ്രിയമുള്ളവർ, ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വാതിൽ തുറക്കും. നിങ്ങൾക്ക് വേണ്ടുവോളം കർത്താവ് തരും. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്, ചോദിക്കുന്നതിൽ മടുത്തു പോകരുത്, ലജ്ജിക്കാതെ മുട്ടിയെന്ന് പറയുന്നത്. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലല്ലേ, നമ്മുടെ അപ്പൻ്റെ അരികിലല്ലേ നമ്മൾ മുട്ടുന്നത്. എന്തിന് നിങ്ങൾ ലജ്ജിക്കണം, എന്തിന് നിങ്ങൾ നിരാശപ്പെടണം? എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി എഴുന്നേക്കും, എനിക്ക് വേണ്ടി തരും, എനിക്ക് വേണ്ടി വാതിൽ തുറക്കും, എനിക്ക് വേണ്ടുവോളം തരും. നിങ്ങളത് വിശ്വസിക്കണം പ്രിയമുള്ളവരെ, നിരാശപ്പെടുകയല്ല ചെയ്യരുത്. ആരെങ്കിലും പറഞ്ഞു കേട്ട് മടുത്തു പോരുത്. മറ്റവർക്ക് വിടുതൽ കിട്ടി, എനിക്ക് കിട്ടിയില്ല എന്നോർത്ത് നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം, വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും നിശ്ചയം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ വാക്കുകളിൽ വിരാമം കുറിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കണം. കർത്താവ് അനുഗ്രഹീതമായ പുതുവാഴ്ചയുടെ പ്രാരംഭദിനം പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുവസനിലേക്ക് വരിക. ചാനൽ വണ്ണിലൂടെ എന്നെ കാണുന്ന എല്ലാ മാന്യ സഹോദരങ്ങളെയും അനുഗ്രഹിക്കും. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ചാനൽ വണ്ണിൽ എല്ലാ പ്രിയപ്പെട്ടവരും അവരുടെ തലമുറകളെയും അനുഗ്രഹിക്കും. ഞങ്ങളൊക്കെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി പരിപാലിച്ച് നീളം നിർത്തിയ കൃപയ്ക്കായി ആദ്യമായി കാണുന്നവരുണ്ട്, അവരെയും അനുഗ്രഹിക്കുന്നു. അവർ വ്യതകളെയും ഭാരങ്ങളെയും തിരുവസനിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, പ്രാർത്ഥിച്ചും അടുത്തു പോകാതെ മുട്ടുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിശ്ചയമായും വാതിൽ തുറക്കുകയും കർത്താവ് വേണ്ടുവോളം തരികയും ചെയ്യുമെന്ന് ഞങ്ങൾ ഈ വചനത്തിലൂടെ കേൾക്കുവാൻ തീർന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ കർത്താവ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ അവരെ ഉത്സാഹിപ്പിക്കണമേ, ആത്മാവിനെ ശക്തീകരിക്കണമേ. അവർ ആഗ്രഹിച്ചത് പ്രാപിക്കുവാനും അതിലധികമായി ശ്രേഷ്ഠതയോടെ അവർക്ക് മുൻപോട്ട് പോകാനും കർത്താവ് കൃപ കൊടുക്കണം. ഉള്ളങ്കരങ്ങളിൽ ഓരോ പ്രിയപ്പെട്ടവരെയും തന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവ് പ്രാർത്ഥനകൾക്കിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ സാക്ഷ്യങ്ങളൊന്ന് പങ്കുവയ്ക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ലവ് യു. മനോഹരമായ ഒരാഴ്ച, വിജയകരമായ ഒരാഴ്ച ക്രിസ്തുവിൽ ഞാൻ ആശംസിക്കുന്നു. ആമേൻ.